തിളച്ചൊന്നുകൂടി ഇനിയിപ്പോൾ പാല് ചേർക്കാം. ഇനി പാല് ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് പാകം നോക്കേണ്ടത്. ഈ കണക്ക് പ്രകാരം 5 ലിറ്റർ പാല് ഇതിൽ തിള വന്നു കഴിഞ്ഞ് കൃത്യമായിട്ട് അതിൻ്റെ പാകത്തിന് വേണം ചേർന്ന് വരാനായിട്ട്. അപ്പോൾ പാല് ചേർത്ത് ഇങ്ങനെ തിളച്ച് അതിൻ്റെ അളവ് അനുസരിച്ച് വറ്റി വേണം 2 രാത്രി കൊണ്ട്. അപ്പോൾ കയ്യോന്നി നീര് ചേർത്തു, നീലമരി നീര് ചേർത്തു, എണ്ണ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, തേങ്ങാപ്പാൽ, പശുമ്പാൽ, ഇനി എരുവപ്പാലും കൽക്കമായിട്ടുള്ള മരുന്നുകളും കൂടി ഇതിൽ 3 രാത്രി കൊണ്ട് പാകമായി വന്നാൽ അകാല നര 10 വയസ്സിന് മീതെ തൊട്ട് ഒരു 20 വയസ്സ് 25 വയസ്സ് വരെയുള്ള നരയ്ക്കൊക്കെ ഇതിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് മരിച്ചുപോയ ഡോക്ടർ KK കുമാരൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും പഠിച്ച അറിവും എല്ലാം കൂടി ചേർത്ത് ഒരു മരുന്നിൻ്റെ യോഗം ഉണ്ടാക്കി തന്നാണ്. ഇതിൽ വിശേഷപ്പെട്ട ചില മരുന്നുകൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രത്യേകിച്ച് ചിരട്ടയുടെ ഇത് കരിച്ച് ചേർക്കുന്നത് ഇതിൻ്റെ മുടിയുടെ കളറ് ഇമ്പ്രൂവ് ചെയ്യാൻ, കറുപ്പ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മണ്ടൂരം, പഴയ ഇരുമ്പ്, അതിൻ്റെ പൊടി, അത് വളരെ നല്ലതാണ്. അഞ്ചനക്കല്ല്, ഇരട്ടി മധുരം, ഇതൊക്കെ ചേരുന്നുണ്ട്. കയ്യോന്നിയും ഇതൊക്കെ ജനറലി കയ്യോന്നിയാദി കേരളത്തിലും മറ്റുള്ള മരുന്നുകളിലൊക്കെ ചേരുന്നു. പക്ഷേ ഈ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അകാല നരക്കുള്ള യോഗം എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ രസായന വിധി പ്രകാരമുള്ള ഒരു ഔഷധം പൂജപ്പുര റിസർച്ച് സെൻ്ററിൽ 40 വർഷം മുമ്പ് പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണ്. എരിഞ്ഞിൽ, ചിറ്റമൃത്, നെല്ലിക്കത്തോട്, അത് കൂടി ചേർത്തുള്ള ലേഹ്യം കഴിക്കുകയും കൂടി ചെയ്താൽ ഒരു 6-7 മാസം കൊണ്ട് അകാല നരയെ നിയന്ത്രിക്കാനും 1 വർഷം കൊണ്ട് ഇത് ഇല്ലാതാവും. നര മാറിയിട്ട് നല്ല കറുത്ത കടുതൂർന്ന മുടി വരാനും ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഈ ഔഷധത്തെക്കാളും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് പറയേണ്ടത് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ശിരസ് സംബന്ധമായിട്ടുണ്ടാകാവുന്ന പ്രധാന ഒരു പ്രയോജനകരമായിട്ട് ഇത് തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. നര മാറുന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശിരസിൻ്റെ ഉള്ളിലെ പ്രവർത്തനം, തലച്ചോറിൻ്റെ പ്രവർത്തനം, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ക്ഷേമമാവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു 12 വയസ്സായ ഒരു പെൺകുട്ടിയുടെ മുടി നരച്ചപ്പോൾ അവരുടെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ തയ്യാർ ചെയ്താണ് ഈ അടുത്ത്. 2000-ന് മുമ്പാണ്, 95-ലാണ് ഇത് ആദ്യമായിട്ട് മാർക്കറ്റിലെത്തുന്നത്. അന്ന് ഇതിൻ്റെ പേര് പലിത് കേർ, പലിതം എന്ന് പറഞ്ഞാൽ നര, അകാല നര, പലിത് കേർ എന്നുള്ള പേരിലാണ് ഇത് അന്ന് മാർക്കറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ വീണ്ടും ഇത് ഔഷധത്തിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങും. ഇപ്പോൾ വളരെ അടുത്ത ആൾക്കാർക്ക് കൊടുത്ത് വളരെ പ്രയോജനം കണ്ടതുകൊണ്ടാണിത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞാൻ തന്നെയാണ് ഇത് തയ്യാർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 30 വർഷത്തോളം ആയുർവേദ ചികിത്സ ചെയ്ത് ഔഷധങ്ങൾ തയ്യാർ ചെയ്ത് വിപണിയിൽ എത്തിച്ച് അതിൻ്റെ ഗുണം ഉറപ്പിച്ച വൈദ്യ പരിചയമാണ് ഈ തൈലത്തിൻ്റെ ഏറ്റവും ഗുണനിലവാരം ഉറപ്പിക്കുന്ന കാര്യം. പാകം നോക്കി അതിന് വേണ്ട പോലെ 5 തലമുറകളിലെ പാരമ്പര്യം കൂടിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ വൈദ്യത്തിലേക്ക് വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ കൂടെ പരിചയിച്ച ശാസ്ത്രബോധം ഉൾക്കൊണ്ട BAMSൻ്റെ കാലഘട്ടത്തിൽ ഔഷധങ്ങളുടെ ഗുണം അറിയാനും പഠിക്കാനും ഒക്കെ സാഹചര്യമുണ്ടായത് ഇന്ന് ഈ തൈലം തയ്യാറാക്കുന്നതിന് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്.